നമസ്കാരം എല്ലാവർക്കും. ഞാൻ ജ്യോതിസ് പള്ളിക്കുന്നേൽ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇന്നലെ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്ത് ഇവിടെ കോട്ടയത്ത് വന്ന് ഇവിടെ കിടക്കണം. ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിന് വലിയ ശോകം അവിടുത്തെ അവസ്ഥ കാണണേ. കാരണം ഇവിടെ വളരെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ലോഡുകൾ കാര്യങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ ഒക്കെ ഈ തറ വാടകയ്ക്കാണ് വണ്ടിക്കാർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. പിന്നെ നോക്കി കുറേ ആൾക്കാർ ഇപ്പം ഞാനിപ്പോൾ ഒരു ഷർട്ട് ഇടാണ്ട് കുറേ ആൾ 2-3 പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷർട്ട് ഇടാതെ വീഡിയോ ചെയ്യുന്നു, പിന്നെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഞാൻ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഡ്രൈവറാണ്. അപ്പം എൻ്റെ ഈ ഇത് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നു, ഞാനൊരു ഡ്രൈവറാണ്. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതെൻ്റെ ചാനലിൻ്റെ മുന്നിൽ തന്നെ പറഞ്ഞില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതല്ല, ഞാൻ എൻ്റെ തൊഴിലിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു സൈഡ് പോലെ ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ എനിക്ക് ഏറ്റവും വലുത് വീഡിയോ ചെയ്യലല്ല, മനസ്സിലായില്ലേ? എനിക്ക് വീഡിയോ ചെയ്യുന്നതല്ല എനിക്ക് മറ്റേ എന്താ പറയുക മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ഞാൻ നിങ്ങളെ അതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ആദ്യത്തെ ഓപ്ഷൻ വീഡിയോ ചെയ്യലല്ല. കാരണം എനിക്ക് എൻ്റെ തൊഴിലാണ്, മനസ്സിലായി? എൻ്റെ തൊഴിലാണ്. അപ്പോൾ തൊഴിൽ ചില സമയങ്ങളിൽ ഷർട്ട് ഇടാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വണ്ടി കഴുകുമ്പോഴും മറ്റുള്ള ആരെങ്കിലും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒക്കെ. കാരണം ഞാനൊരു എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഞാൻ റിയലായിട്ട് ലോറിക്കാരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തു പോകണം. കാരണം എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, മനസ്സിലായി? ലോറിക്കാരല്ല എൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അത് എൻ്റെ ചില ബുദ്ധിമുട്ടുകളിൽ ചില നേരത്ത് ഷർട്ട് ഉണ്ടാവില്ല, ചില നേരത്ത് ഡ്രസ്സ് ഇടാനൊക്കെ പറ്റാതെ വരും. കാരണം ഞാനിത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ റോട്ടിക്ക് ഇറങ്ങിയിട്ടുള്ള ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? കാരണം വ്ളോഗ് ചെയ്തിട്ട് ആ വ്ളോഗിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ചിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഒരാളുമല്ല ഞാൻ. അപ്പോൾ അത് കാരണം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഷർട്ട് ഇടാനൊക്കെ പറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നാളെ ഇപ്പോൾ കുറച്ച് ഞാൻ വണ്ടി കഴുകാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. ഇതുണ്ടോ ഇവിടെ നമ്മൾ ആ കോടിമത സ്റ്റാൻഡിൽ തന്നെ കൊണ്ട് വണ്ടി ഇട്ടേക്കാണ്. ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടെ വണ്ടികളുടെ ബഹളമാണ്. വണ്ടികളൊന്നും ലോഡൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഇവിടെ. എന്താണെന്നറിയാം, കാരണം ഈ ലോഡ് മോശമാകാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയാം? കാരണം ABCD അറിയാത്ത കുറേ ഓന്മാർ വണ്ടി എടുത്തിട്ടേക്കാണ്. ABCD അറിയത്തില്ല, കുറേ ഓന്മാർ വണ്ടി എടുത്തിട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങണ്ടോ? അതൊക്കെ നമ്മളെ പോലത്തെ ഒരു വണ്ടി, നമ്മളെ പോലത്തെ വണ്ടിയല്ലത്. ഇത് നമ്മളെക്കാൾ വലിയ വണ്ടി, 19-16 അത് ഉണ്ടോ? 19-16 ഇത് 12 എണ്ണം പാസിങ്ങുള്ള വണ്ടിയാണ്. ഇത് കുറേ ഓന്മാർ വണ്ടി എടുത്ത് ഇറങ്ങിയേക്കണ കാരണം ആകെപ്പെട്ട് ഒരു മാർഗ്ഗവും ഇല്ല, ഒരു കാര്യങ്ങളില്ലാതെ നിൽക്കുക. ഇത് നമ്മുടെ ടയറടക്കാരൻ ചേട്ടൻ മറ്റേ ഇവിടുത്തെ ആള് പാട്ടുകാരനാട്ടോ, പാട്ടൊക്കെ പറഞ്ഞിട്ട്. വേറൊരു പണിയില്ല, ഇവിടെ കാലത്തന്നെ വന്നിരിക്കുക, ഇവിടെ വെറുതെ വന്നിട്ട് പാട്ടും പാടിരിക്കുക. പണിയൊന്നുമില്ല, പൈപ്പുവെള്ളം കുടിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവരുടെ അവസ്ഥ ചെയ്യണം, ഭയങ്കര മോശം. പിന്നെ എനിക്ക് ലോഡൊന്നും വരുന്നില്ല. ഇത് കണ്ടോ? പിന്നെ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടതിൽ പറ്റില്ല. ഈ വണ്ടിയില്ല, ഈ വണ്ടി കൊണ്ടുപോകാൻ പോവാട്ടോ. ഈ വണ്ടി കൊണ്ടുപോകാൻ പോവാം. അതെന്താ മറ്റേ സൈഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ? സൈഡൊക്കെ വൃത്തിയാക്കിയിട്ട് വണ്ടി കൊണ്ടുപോകും. അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. കൊണ്ടുപോകണം ഇനിയിപ്പോൾ കെട്ടി വലിക്കാനൊക്കെ വരും, കാരണം ഒന്നുമില്ല, ബാറ്ററി അങ്ങനെ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ കണ്ടോ, പാലം പണി ഏറെക്കുറെ സെറ്റപ്പായി കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളത് വൃത്തിയാക്കുമായിരുന്നു. പക്ഷേ ഇത് പാലം പണി കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഓക്കെ ആക്കേണ്ടവർ. അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കുളിക്കാനുള്ള സൗകര്യം പോയി. ഞങ്ങൾക്ക് ആകെ ഒരു കുളം ഉണ്ടായിരുന്നു, കിണറുണ്ടായിരുന്നു ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ ആയിരുന്നു ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത്. ഇതുണ്ടോ, അതൊക്കെ ഞങ്ങളുടെ പൂപ്പോൾ ഉണ്ട്. അത് നന്നായിട്ടേക്കോ, ഞങ്ങൾക്ക് കുളിക്കാൻ സ്ഥലം പോയാലും കുഴപ്പമില്ല. റോഡ് നാട് നന്നാവട്ടെ. ഇതുണ്ട്, ഇത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടോ, പാലം മണ്ണൊക്കെ അടിച്ച് അപ്പോൾ റോഡ് നല്ല വീതിയാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിണർ മൂടിപ്പോവും. ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നില്ല, ഈ വണ്ടി കിടക്കുന്ന ഭാഗമൊക്കെ മാറിപ്പോവും. ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നിവിടെ പോസ്റ്റായ മാതിരിയാണ്. ഒന്നതിൽ ലോങ് പണിയൊക്കെ പറയുന്നതല്ലേ, വാടക തറ പറയാം. കുറേ വണ്ടിക്കാർ, ഒന്നും അറിയാത്ത വണ്ടിക്കാർ തറ വാടകയ്ക്ക് ലോഡെടുത്ത് ഓടുക. ഇതാണ് കുഴപ്പം. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇതെന്തൊരു ബസ് സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെയാണ്. നോക്കിയാൽ സർക്കാരിൻ്റെ ഭൂമിയാണിത്. അതായത് നമ്മുടെ കേരള സർക്കാർ, ഞാനും നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്ന ഒരു ഭൂമിയാണിത്.
വെറും വെറുതെ കിടന്ന് നശിച്ചു പോകണുണ്ടോ സ്ഥലം നോക്കിയേ കണ്ടോ, വൃത്തിയില്ല മെനയില്ല ഒന്നുമില്ല കണ്ടോ നോക്കിയേ, വെറുതെ സർക്കാരിൻ്റെ ഭൂമി നശിപ്പിച്ച് കളയാണ്. ഇതെന്തോ പഴയ ഇത് ബസ് സ്റ്റാൻഡിലായിരുന്നത് അല്ലേടാ? കിണറ ഞാൻ കണ്ടു ഞാൻ, അത് നമ്മൾ അതിപ്പോൾ മൂടൂലോ പാലം വരുമ്പോൾ. ആറ് കണ്ടത് നല്ലൊരു തൊട്ടടുത്ത് പോയ ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞ പുഴ, ആറെന്ന് പറഞ്ഞാൽ പുഴ. ഇതാണ്ടോ ഈ സ്ഥലമൊക്കെ നല്ലൊരു സ്ഥലം. ഇതൊക്കെ നല്ല ഡെവലപ്പാക്കി എടുക്കുകയായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇത് പണ്ടത്തെ പഴയ ഒരു ബസ് സ്റ്റാൻഡ് ആയിരുന്നത്. ഇതുണ്ടോ എരുമേലി, മുണ്ടക്കയം, കുമ്മളി, കട്ടപ്പന ഭാഗത്തേക്കുള്ള ബസ്സുകൾ, പ്ലാറ്റ്ഫോം നമ്പർ 3. ഇതുണ്ടോ. ഇനി അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇത് വർക്ക്ഷോപ്പ്, പാർക്കിങ് എന്തൊക്കെയോ പറഞ്ഞ് കിടക്കണം. ഇവിടെ ഒരു 12 വീലിൻ്റെ സാധനമൊക്കെ പൊളിച്ചിട്ടാണോ അവൻ്റെ ഡെമ്മി ഹൗസിങ്ങാണ്. 12 അല്ല കേട്ടോ, 16 വീല് അതിൻ്റെ ഹൗസിങ്ങൊക്കെ പോയി കിടക്കുക. പണിക്കുക ആണ് സ്ഥലം. ഇതൊക്കെ ശരിക്കൊന്ന് ഡെവലപ്പാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ ഡെവലപ്പാക്കി എടുത്തത് സ്റ്റാൻഡ് ആക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പാക്കി എടുക്കുകയാണെങ്കിൽ എന്ത് കാശ് കിട്ടും. വണ്ടി പോലോ പാലക്കാട് ലോഡ്, നമുക്കൊരു ലോഡിൻ്റെ ഒരു ചടം വന്നിട്ടാ സംസാരിക്കാം. നമുക്കൊരു ലോഡ് കിട്ടിയാൽ മതിയായിരുന്നു. ചേട്ടനെ പാലക്കാർക്ക് ഒരു ലോഡ് പറഞ്ഞിട്ടുണ്ട്, അത് സംസാരിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളാ ലോഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറെക്കുറെ നാളേക്ക് അത് കയറ്റാന്നുള്ള പരിപാടിയാണ്. നാളെ പിന്നെ അത് കയറ്റാന്നുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമുക്കങ്ങനെ ലോഡ് നാളെ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കയറ്റും കാലത്ത്. എന്തോ